രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. തുടർന്നാണ് കർശന ഉപാധികളോടെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവാഹിതരായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ജാമ്യത്തോടെ രാഹുൽ വീണ്ടും പാലക്കാട് സീറ്റിൽ കണ്ണുവെക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച അഭിഭാഷക ദീപ ജോസഫിന് അതേസമയം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റത് കനത്ത പ്രഹരമായിരുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴിതാ വീണ്ടും 3 കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 3 കേസുകളിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പായിരുന്നു ബലാത്സംഗം എന്ന് പറയുന്ന ആ വകുപ്പ്. ആ ബലാത്സംഗം എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യമാണ് കോടതിയിൽ എല്ലാം തന്നെ ചോദിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കോടതി മുറിക്കുള്ളിൽ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വാദം നടക്കുമ്പോൾ പ്രധാനമായും കോടതി ഉന്നയിച്ചത്. അതായത് ഒരു ബലാത്സംഗമല്ല, മറിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് അതിജീവിതയുടെയും മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 3 കേസുകളിലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ച ആ 3 കേസുകളിലും കോടതി വിധി നടന്നു. ഇനിയാണ് രാഹുൽ പറഞ്ഞ സംഭവം നടക്കാൻ പോകുന്നത്. അതായത് ആദ്യ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് രാഹുൽ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ കേസ് ഇപ്പോൾ കോടതി നടക്കുന്നതിന് കാരണം അതിനുശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായി നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് രാഹുൽ എന്ന് പറയുകയും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായി ഞാൻ നിങ്ങളെ കാണും, ഹാഷ്മി നിങ്ങളെ ഞാൻ കണ്ടിരിക്കുമെന്ന് അന്ന് അഭിമുഖം നടത്തിയ ഹാഷ്മിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ പക്കലുള്ള നിരവധി തെളിവുകൾ ഇനിയും പുറത്തുവിടാനുണ്ട്, അത് ഞാൻ പുറത്തുവിട്ടിരിക്കും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്നത് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ദീപ ജോസഫിന് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റ കനത്ത പ്രഹരമാണ് എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമാന നടത്തിയ നിരീക്ഷണങ്ങൾ നോക്കാം. സോഷ്യൽ മീഡിയയിൽ അഭിഭാഷകർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. സ്ത്രീ എന്ന ആനുകൂല്യം വേട്ടയാടാൻ ഉള്ളതല്ല, സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന ദീപ ജോസഫിന്റെ വാദത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദ്യം ചെയ്തതിനെയാണ് ശ്രീജിത്ത് പെരുമന അടിവരയിടുന്നത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഇത്രത്തോളം ഹീനമായ ഭാഷയിൽ അധിക്ഷേപിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. അറസ്റ്റ് ഒഴിവാക്കാൻ സ്ത്രീ എന്ന പദവി ഉപയോഗിക്കുന്നവർ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാത്തത് ഇരട്ടത്താപ്പാണ് എന്ന നിരീക്ഷണമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഹൈക്കോടതിയെ മറികടന്നുള്ള സൂപ്പർ പവർ കളി. ഹൈക്കോടതിയെ സമീപിക്കാതെ നേരിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങാമെന്ന ദീപ ജോസഫിന്റെ കണക്കുകൂട്ടലിനെ പെരുമന വിമർശിക്കുന്നുണ്ട്. നിയമപരമായ ശ്രേണി പാലിക്കാതെ സുപ്രീം കോടതിയെ സമീപിച്ചത് അഡ്വക്കസിയിലെ പാളിച്ചയാണ്. അതിജീവിതയുടെ ഭർത്താവ് നൽകിയ രഹസ്യ വിവരങ്ങൾ പോലും പൊതുമധ്യത്തിൽ വിളംബരം ചെയ്തത് അഭിഭാഷക വൃത്തിയുടെ അന്തസ്സിനും വിരുദ്ധമായിട്ടുണ്ട്. പുരുഷനായിരുന്നുവെങ്കിൽ അറസ്റ്റ്, കോടതിയുടെ താക്കീത്. ഈ കേസ് ഒരു പുരുഷനാണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ കോടതി മുറിയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ ശ്രീജിത്ത് പെരുമന അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നിയമം അറിയാവുന്നവർ തന്നെ അതിജീവിതമാരെ വേട്ടയാടാൻ തിരിച്ചാൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം നൽകിയ ഏറ്റവും ശക്തമായ താക്കീതാണിതെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. വക്കീൽ നിഘണ്ടുവിലെ അശ്ലീലങ്ങൾ. നിങ്ങളുടെ നിഘണ്ടുവിൽ ഒരു വാക്ക് പോലും ബാക്കി വെച്ചിട്ടില്ല എന്ന കോടതിയുടെ വിമർശനം സൈബർ ഇടങ്ങളിൽ അഭിഭാഷകർ പുലർത്തേണ്ട മാന്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വക്കീൽ കോഡിട്ടും കഴിഞ്ഞാൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്ന ധിക്കാരത്തിനേറ്റ തിരിച്ചടിയാണിത്. അതിജീവിതയുടെ ഭർത്താവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ ദീപ ജോസഫ് നടത്തിയ പരാമർശങ്ങൾ ഒരു പ്രൊഫഷണലിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഹർജി തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ദീപ ജോസഫിന് ലഭിച്ച മറ്റൊരു തിരിച്ചടിയാണ് എന്ന് ശ്രീജിത്ത് പെരുമന നിരീക്ഷിക്കുന്നു. സൈബർ ഗുണ്ടായിസത്തിന് വക്കീൽ പദവി ഒരു കവചമല്ലെന്നും ഇരകളുടെ അന്തസ്സ് ചോദ്യം ചെയ്യുന്നവർ ആരായാലും നിയമത്തിന് മുന്നിൽ സമാനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പോസ്റ്റ് പ്രസാധക
എം എ ഷഹനാസും ഷെയർ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ഹൈക്കോടതിയെ സമീപിക്കാതെ സുപ്രീം കോടതിയെ സമീപിച്ചത് സൂപ്പർ ഉത്തരവ് പ്രതീക്ഷിച്ച വക്കീലിന് സംഭവിച്ചത്. ഈ അസംബന്ധങ്ങളെല്ലാം എഴുതാൻ അതിജീവിതയുടെ ഭർത്താവ് നിങ്ങളെ ഏർപ്പാടാക്കിയിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനോട് ചോദിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക? ബലാത്സംഗ ഇരയ്ക്കെതിരെ പോസ്റ്റ് ചെയ്ത വനിതാ അഭിഭാഷകയ്ക്കാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത്. നിങ്ങളുടെ വാക്കുകൾ ഞെട്ടിച്ചുവെന്നും ഈ അസംബന്ധം എഴുതിയത് ഒരു പുരുഷനായിരുന്നു എങ്കിൽ ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തേനെ എന്നും കോടതി വ്യക്തമാക്കി. പ്രാക്ടീസ് ചെയ്യുന്ന വനിതാ അഭിഭാഷക ഇത്തരത്തിൽ എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി ഒരു സ്ത്രീയെ ഏറ്റവും അവമാനിക്കുന്ന രീതിയിലാണ് ആ ഭാഷയെന്ന് ശക്തമായി പറയുന്നതായും ചെയ്തു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്കെതിരെ ഇങ്ങനെ എഴുതാൻ കഴിയുന്നത് അത്ഭുതപ്പെടുത്തിയെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. നിങ്ങളുടെ നിഘണ്ടുവിൽ ഒരു വാക്ക് പോലും നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, എന്നിട്ടും നിങ്ങൾ അതിൽ ഖേദിക്കുന്നില്ല എന്നാണ് ചോദ്യം. നിങ്ങൾ എഴുതിയത് ഞങ്ങളുടെ പരസ്യമായി വായിക്കുകയാണോ വേണ്ടത് എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. നിങ്ങളൊരു അഭിഭാഷകയായതിനാൽ അതിജീവിതയുടെ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് വിശ്വാസത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഹസ്യ വിവരങ്ങൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുമോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഈ അസംബന്ധങ്ങളെല്ലാം എഴുതാൻ ഭർത്താവ് നിങ്ങളെ ഏർപ്പാടാക്കിയിരുന്നോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാനുള്ള വേദിയല്ല ഇത് എന്നായിരുന്നു ജസ്റ്റിസ് ബാഗ്ചിയുടെ പ്രതികരണം. ഒരു സ്ത്രീയാണ് എന്ന് കേൾക്കണമെന്ന് ദീപ ജോസഫ് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റ് സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ എന്ത് തരത്തിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത് എന്നാണ് ജസ്റ്റിസ് ബാഗ്ചി ചോദിച്ചത്. ഈ അസംബന്ധങ്ങളെല്ലാം എഴുതിയത് ഒരാളായിരുന്നു എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് വ്യക്തമാക്കി കേരള ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഹർജി തള്ളി. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ഹർജി തള്ളിയാലും ദീപ ജോസഫ് പറഞ്ഞ കാര്യത്തിൽ തന്നെ വ്യക്തമായി നിൽക്കുന്നുണ്ട്. ഭർത്താവിനെ ഉറക്കിക്കെടുത്തി അന്യപുരുഷനോടൊപ്പം പോകുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പോകുന്ന അതിജീവിതമാരെ എന്നും കോടതി അല്ലെങ്കിൽ എന്നും ചരിത്രം തുറന്നു കാട്ടിയിട്ടേ ഉള്ളൂ എന്ന് ആണ് ദീപ ജോസഫ് പറയുന്നത്.